ഷൊർണൂർ വാണിയംകുളത്തെ കന്നുകാലി ചന്തയിൽ അമിതമായി ഫീസ് ഈടാക്കുന്നതായി മർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ആട്, ചെമ്മരിയാട്, പന്നി, പശു, കാള, പോത്ത്, എരുമ എന്നിവയ്ക്ക് ഇനം തിരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ലൈസൻസ് ഫീസുകളുടെ നിരക്ക് പഞ്ചായത്ത് നിയമപ്രകാരം പ്രദർശിപ്പിക്കണമെന്ന കോടതി വിധിയുള്ളതാണ്. എന്നാൽ ഇവ പ്രദർശിപ്പിച്ചിട്ടില്ലെന്നും ചന്തയിലേക്കെത്തുന്ന വാഹനങ്ങൾക്ക് അനധികൃതമായി ഫീസ് ഈടാക്കുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. വിവരാവകാശം കൊടുത്തപ്പോൾ സർക്കാരിൻ്റെ പഞ്ചായത്ത് രാജ് ആക്ടിൽ പറയുന്നത് ആടിന് ഒന്നിന് 2 രൂപ, പരമാവധി 3 രൂപ. 2 രൂപയാണ് ഫീസ്, പരമാവധി 3 രൂപ. കഴുത, പന്നി 2 രൂപ, പരമാവധി 3 രൂപ. പശു, കാള, പോത്ത്, എരുമ ഇവയ്ക്ക് 5 രൂപ, പരമാവധി 6 രൂപ. ഇങ്ങനെ ഈടാക്കാനാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്, പഞ്ചായത്ത് രാജ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ നടക്കുന്ന അഗ്നമായ അഴിമതി, പിടിച്ചു പറയാൻ ബാർബറിയാണ് നടക്കുന്നത്. അത്ര വലിയ അഴിമതിയാണ് നടക്കുന്നത്. 50 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്ര കിട്ടിയെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോൾ 4000 കന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു വ്യാപനം, ഒരു വലിപ്പം, ഈ അഴിമതിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയുടെ ആളുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വ്യാപാരികളൊക്കെ തന്നെ വിവരാവകാശം കൊടുക്കുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ അഴിമതി സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടാക്കിയിരുന്നു. ഹൈക്കോടതിയും ബന്ധപ്പെട്ട് ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ചുമത്താവുന്ന ഫീസിൻ്റെ ഒരു ബോർഡ് ചന്തയിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേരിന് എന്ത് വെച്ചാൽ സെക്രട്ടറി അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചു. പക്ഷെ ആ ബോർഡ് സ്ഥിരമാക്കി വയ്ക്കേണ്ട ഒരു ബോർഡ് സ്ഥാപിക്കുകയും പിന്നീട് അത് കാണാതാവുകയും ചെയ്യുകയാണ്. കരാറുകാരൻ പഞ്ചായത്ത് നിയമം പാലിക്കാത്തതിനെതിരെ കോടതിയെ സമീപിച്ച് അസോസിയേഷൻ വിധി വാങ്ങിയതാണ്. അസോസിയേഷൻ നേതാക്കളായ ഷൊർണൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ എസ് ശെൽവൻ, MP ജയപ്രകാശ് എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഷൊർണൂർ കൂനത്തറ പള്ളിയാലിൽ മാക്കുണ്ണിയാണ് കോടതിയെ സമീപിച്ചത്. വാണിയംകുളം സ്വദേശി അമൃതസായി, വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് പരാതി. UTV ന്യൂസ്, പാലക്കാട്.